അവസാനം പറയേണ്ടത് ആദ്യമേ പറയുകയാണ്. ഈ പോക്കാണേൽ വി ഡി സതീശൻ 5 വർഷം മുഖ്യമന്ത്രി കസേരയിൽ തികച്ചിരിക്കില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ സതീശന് വേണ്ടി എത്രമാത്രം ചത്തു പണിയെടുത്താലും സംഭവിക്കാൻ പോകുന്നത് ഈ വിധമായിരിക്കും. 2 മാസം കൊണ്ട് സതീശൻ ഉണ്ടാക്കി വെച്ച പുകില് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സർക്കാരും വിശിഷ്യ ഒരു മുഖ്യമന്ത്രിയും ഉണ്ടാക്കി വച്ചിട്ടില്ല. ദാ ഈ ചെവികൾ ഇങ്ങനെ കൂർപ്പിച്ച് വെച്ചേ, ആ കേൾക്കുന്ന കരച്ചിലില്ലേ, അത് KSUക്കാരുടേതാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പോലീസിൻ്റെ അടി മേടിച്ച് മേല് പാഴാക്കിയ KSUക്കാർക്ക് മുഖ്യമന്ത്രിയെ കാണണം. സതീശന് അതിനുണ്ടോ നേരം? 100 അല്ല 101% ന്യൂസ് ലാബ് KSU എന്ന വിദ്യാർത്ഥി സംഘടനയ്ക്കൊപ്പമാണ്. എന്താണ് അവരെ കാണാൻ സതീശൻ സാറിന് ഇത്ര മടി? കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഹാപ്പനിങ് അവറിലെ ഒരു വാർത്ത മാത്രമായി ഇതിനെ ചുരുക്കി കാണേണ്ടതുണ്ടോ? ഇന്നലെ റിപ്പോർട്ടർ TV-യുടെ എഡിറ്റോറിയൽ ഷോയായ മീറ്റ് ദ എഡിറ്റേഴ്സ് ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ മറ്റു മാധ്യമങ്ങളുടെ നിലപാട് എന്തായിരുന്നു? മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും അവർ ചെയ്ത വാർത്തകളുടെയും വിശകലനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന, വിമർശന വിധേയമാക്കുന്ന ന്യൂസ് ലാബിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. 2-3 കൊല്ലം സുനിൽ കനകോലുവും സംഘവും, പിന്നെ മുഖ്യധാര മുതൽ ലൊട്ടിലൊടുക്ക് മാധ്യമങ്ങൾ വരെ, നീലക്കുയിൽ മുതൽ അണ്ണാൻ കുഞ്ഞു വരെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഇവയിലൂടെയൊക്കെ പ്രതീതി നിർമ്മാണം നടത്തിയും മാധ്യമങ്ങൾ പൊതുവെ സൂക്ഷിക്കുന്ന പിണറായി വിരുദ്ധത രാഗിക്കുറിപ്പിച്ച് എടുക്കുകയും കൂടി ചെയ്തപ്പോൾ ഉണ്ടായ ജനവിധി, അതായത് ഉണ്ടാക്കിയെടുത്ത ജനവിധി, അതാണ് സതീശന് മുഖ്യമന്ത്രി കസേരയിലേക്ക് വഴി തുറന്നത്. ആ വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടായപ്പോൾ നീക്കിക്കൊടുത്തതും ഇതേ ശിങ്കിടി മാധ്യമങ്ങളും സതീശൻ സേനയുമായിരുന്നു. താനും കൂടി ചേർന്നിട്ടും 2 അക്കം കടക്കാതെ നിന്ന MLA-മാരുടെ പിന്തുണ മാത്രമുണ്ടായിട്ടും സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ മുസ്ലിം ലീഗ് കയ്യും മെയ്യും മറന്ന് സഹായിച്ചു. എന്നിട്ടിപ്പോൾ എന്തുണ്ടായി? ലീഗ് മന്ത്രിമാർക്ക് പോലും സ്റ്റാഫിനെ വെക്കാൻ സതീശൻ അനുമതി കൊടുക്കുന്നില്ലെന്ന് കരക്കമ്പിയുണ്ട്. സതീശൻ തനിക്കണം കാണിച്ചതോടെയാണ് ലീഗ് മന്ത്രിമാരും നേതാക്കളും പാണക്കാട് ചേരാൻ തീരുമാനിച്ചത്. എന്താണ് അവർ ചർച്ച ചെയ്തിട്ടുണ്ടാകുക? ഈ സതീശനെ കൊണ്ട് തോറ്റല്ലോ പടച്ചോനെ എന്നായിരിക്കുമല്ലോ ഉറപ്പായും പറഞ്ഞിരിക്കുക. അതായത് പാല് കൊടുത്ത കൈക്ക് തന്നെ സതീശൻ കൊത്തി തുടങ്ങി. ഇനി അഥവാ സതീശനോട് ഇക്കാര്യം ഏതെങ്കിലും മുതിർന്ന നേതാവ് ചോദിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ തനിക്ക് തന്ന മാൻഡേറ്റാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പദം എന്നൊരൊറ്റ ഡയലോഗ് അവരെയൊക്കെയും വീഴ്ത്തിക്കളയും. ചുമ്മാ ഒരു ഗുമ്മിനങ്ങ് പറയുന്നതാണ് കേട്ടോ. അനുഭവസ്ഥരുടെ ഗതികേട് കേട്ടപ്പോൾ പറഞ്ഞതാണ്. ന്യൂസ് ലാബിൽ പലയാവർത്തി പറഞ്ഞൊരു കാര്യം, അത് വീഡിയോ രൂപത്തിൽ തന്നെ നമുക്കൊന്ന് കണ്ടുവരാം. ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട നിശ്ചയിച്ചത് നമ്മളാണ്. അതിന്റെ ഫലം കാണാനും ജനം ഇവിടെ തന്നെ വരും. ഈ പറഞ്ഞ മീഡിയ വൺ തന്നെ മടുത്തിട്ട് എത്ര തവണ സതീശനെ തള്ളിപ്പറയേണ്ടി വന്നിട്ടുണ്ട്. സതീശനെ തള്ളിക്കയറ്റാൻ ഇത്രമാത്രം ഉത്സാഹിച്ച മറ്റൊരു ചാനലും ഇല്ല കേരളത്തിൽ. ഏഷ്യാനെറ്റിനെയും മനോരമയും മാതൃഭൂമിയും ഒന്നും കുറച്ച് കാണുന്നതല്ല. നിങ്ങൾക്കൊക്കെയും ഉള്ളത് പിണറായി CPM വിരുദ്ധതയാണ്. അതിനെ ആശയാധിഷ്ഠിതമായി അവതരിപ്പിക്കാൻ പ്രാപ്തിയുള്ളവരല്ല വിനു വി ജോണും PG സുരേഷ് കുമാറും സിന്ധു സൂര്യകുമാറും അയ്യപ്പദാസും ഷാനിയും നിഷയും അഭിലാഷ് മോഹനും ശ്രുതി പരുത്തിക്കാടുമൊക്കെ. ഈ അവതാരക സിംഹങ്ങളെല്ലാം വാർത്തയിൽ കിടന്ന് മെഴുകുകയല്ലാതെ ആശയാധിഷ്ഠിതമായി ഒരു കാര്യവും അവതരിപ്പിക്കാൻ പാങ്ങില്ലാത്തവരാണ്. പക്ഷേ മീഡിയ വൺ അങ്ങനെയല്ല. പ്രൊപ്പഗണ്ട നിർമ്മിക്കാൻ അറിയാവുന്നവരാണ്. അത് അജണ്ടയാക്കി വാർത്തയിലൂടെ തിരികെ കയറ്റാൻ കഴിവും പ്രാപ്തിയുമുള്ളവരാണ്. ഇലയടയ്ക്കുള്ളിൽ തേങ്ങാപ്പീരയും ശർക്കരയും ചേർന്ന മധുരമിശ്രിതം വെക്കുന്നത് പോലെ ശ്രദ്ധയോടെ വാർത്തയിൽ അജണ്ട ഒളിപ്പിച്ച് കടത്തുന്നവർ. അവരാണ് സതീശന് മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള മുള്ളുകളൊക്കെയും നീക്കിക്കൊടുത്തത്. അതിന് ദാവൂദ് വജിൻസുമൊക്കെ എന്തൊക്കെ സിദ്ധാന്തങ്ങളാണ് അവതരിപ്പിച്ചത്. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയ വരെ അവർ സതീശന് വേണ്ടി നിരത്തി. സതീശൻ മുഖ്യമന്ത്രിയായി. തുടർന്നങ്ങോട്ട് മീഡിയ വണ്ണിന് അതിൻ്റെ ആശയധാരയായ മുസ്ലിം മതരാഷ്ട്രവാദം നിലനിർത്താൻ സഹാനുഭൂതി തോന്നുന്ന, മനുഷ്യരിൽ വിശ്വാസം ജനിപ്പിക്കുന്ന പലതും ഒളിച്ചു കടത്തേണ്ടി വരാറുണ്ട്. അതിലൊന്നാണ് നിലപാട്. സതീശന് വേണ്ടി ന്യായീകരിച്ചു മെഴുകി അജിംസൊക്കെ ഒരു പരുവുമായി. ദാവൂദൊക്കെ വളഞ്ഞ് ഒടിയാറായി. പ്രമോദ് രാമൻ തൻ്റെ താർക്കിക യുക്തി
പുരപ്പുറത്ത് ഉണക്കാനിട്ടു. പക്ഷേ നിലപാട് അതിൽ പിടിച്ച് ജമാഅത്തെ ഇസ്ലാമിക്കാർ തന്നെ ബഹളം കൂട്ടിയതോടെ പ്രമോദ് രാമനും ദാവൂദും അജിംസുമൊക്കെ സതീശനെതിരെ തിരിഞ്ഞു. അല്ലെങ്കിൽ പിന്നെ നിലപാട് എന്ന് പറഞ്ഞ് നടന്നിട്ടൊന്നും ഒരു കാര്യവുമില്ലല്ലോ. ഏഷ്യാനെറ്റാണെങ്കിൽ CPM-നെ നന്നാക്കാനുള്ള പണികളിൽ തന്നെയാണ് ഇപ്പോഴും. CPM തോറ്റതും പ്രതിപക്ഷത്തായതൊന്നും അവരുടെ മനസ്സിന് ആശ്വാസമാകുന്നില്ല. പിണറായി വിജയൻ്റെ അടിയന്തരവും നടത്തി AKG സെൻറ്റർ ബുൾഡോസർ കൊണ്ട് ഇടിച്ചിട്ട് അവിടെ കുളം കുത്തിയാൽ മാത്രമേ ഏഷ്യാനെറ്റിന് CPM-നോടുള്ള കലിയടങ്ങൂ. മനോരമയും അങ്ങനെ തന്നെ. മാതൃഭൂമി ഇടയ്ക്ക് അഭിലാഷിനെ വെച്ച് CPM-നെ സമാശ്വസിപ്പിക്കാൻ നോക്കും. CPM-ന് വല്ലപ്പോഴും ഒരു ആശ്വാസം കൊടുക്കുന്നത് റിപ്പോർട്ടർ TV-യും അരുൺകുമാറും PR സുനിലും ആൻഡ്രോ അഗസ്റ്റിനും ഒക്കെയാണ്. പക്ഷേ ഇവരിൽ ചിലരും യുക്തിരഹിതമായി CPM വിമർശനത്തിൽ കുടുങ്ങിപ്പോകുന്നത് കാണാറുമുണ്ട്. സ്മൃതി പരുത്തിക്കാട് ഉള്ളതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാർക്ക് ഒരു തരത്തിലുള്ള ആശങ്കയുമില്ല. പറഞ്ഞ് വിഷയത്തിൽ നിന്ന് വഴുതിപ്പോയതല്ല. കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളുടെ ഒരു വിന്യാസം ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചുവെന്ന് മാത്രം. ഈ പോക്കാണേൽ VD സതീശൻ 5 വർഷം മുഖ്യമന്ത്രി കസേരയിൽ തികച്ചിരിക്കില്ല എന്ന് എങ്ങനെയാണ് ന്യൂസ് ലാബിന് പറയാൻ കഴിയുന്നത്? ഏറ്റവും ഒടുവിലായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് വഖഫ് ബോർഡ് വിഷയത്തിൽ സംഘപരിവാറിന് അനുകൂലമായി സർക്കാർ നിലപാട് സ്വീകരിച്ചതും KSU നേതാക്കളെ മുഖ്യമന്ത്രി കാണാൻ കൂട്ടാക്കാത്തതുമാണല്ലോ പ്രശ്നം. ഈ 2 മാസത്തിനിടയിൽ എത്രയൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. എത്ര തവണ മുഖ്യമന്ത്രി കള്ളം പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ടാറ്റ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കള്ളം. എത്രയെത്ര കള്ളങ്ങൾ ഇങ്ങനെ പൊളിഞ്ഞു വീണു. എന്നിട്ടും സതീശന് കുലുക്കമുണ്ടോ? കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ നടത്തിയ യാത്രയെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്തായിരുന്നു സതീശൻ്റെ മറുപടി? മൂകാംബിക യാത്ര, അതായത് ഭക്തിയാത്ര. ഭക്തി ആയതുകൊണ്ട് മാധ്യമങ്ങൾ കൂടുതലൊന്നും ചോദിച്ചില്ല. അതായത് മംഗലാപുരം യാത്രയിൽ സതീശന് വിശദീകരണമില്ല. എന്നാൽ ഇനി ഏതെങ്കിലും ഒരു മാധ്യമം ഈ ചോദ്യം ആവർത്തിക്കുമോ? ഇല്ലെന്നാണ് ന്യൂസ് ലാബ് കണക്കാക്കുന്നത്. അതിനുള്ള ത്രാണി ഇല്ലാഞ്ഞിട്ടല്ല. CG കടക്കലിനെയും റോയു മാത്യു അച്ചായനെയും ഒന്നും പിണക്കാൻ തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകർ തയ്യാറാകില്ല. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് സതീശൻ 5 വർഷം മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കില്ലെന്ന് ന്യൂസ് ലാബിന് പറയാൻ കഴിയുന്നത്? ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന, അതായത് അവരുടെ മേല് നോവുന്ന, അല്ലെങ്കിൽ അവരെ വല്ലാതെ അസ്വസ്ഥമാക്കുന്ന, അതുമല്ലെങ്കിൽ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒന്നുണ്ടാകണം. നിലവിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പരാജയം അടിക്കടി ഉണ്ടാകുന്ന കരണ്ട് കട്ടാണ്. ഇൻ്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനത്ത് കരണ്ട് ഇല്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ കുറിച്ചു വെച്ചോ, ഇത് നിങ്ങൾക്കുള്ള മരണ വാറണ്ടാണ്. പ്രത്യേകിച്ചും വേൾഡ് കപ്പ് നടക്കുന്ന സമയത്തെ കരണ്ട് പോക്ക് സതീശൻ സർക്കാരിൻ്റെ ചീട്ട് കീറും. പ്രതിപക്ഷ നേതാവ് പോലും ട്രോളുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് കേരളത്തിലെ കരണ്ട് കെട്ട്. കഴിഞ്ഞ ദിവസം രാത്രി 1.25 മണിക്കൂർ വൈദ്യുതി ഇല്ലാതെ കഴിയേണ്ടി വന്നവനാണ് ഞാൻ. എൻ്റെ വീട്ടിൽ 1.25 മണിക്കൂറാണ് വൈദ്യുതി ഇല്ലാതായത്. ഇത് എനിക്ക് മാത്രമല്ല, ഒരുപാട് ആളുകൾക്ക് സംഭവിക്കുകയാണ്. ഇവിടെ കാണേണ്ട ഒരു വസ്തുത, ഓണപ്പരീക്ഷയുടെ തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ കുട്ടികൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നു. ഈ വൈദ്യുതി കട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയാത്തതല്ല സർക്കാരിന്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ മുൻകൂറായി സ്വീകരിച്ചില്ല എന്നതാണ് വന്നിട്ടുള്ള ഏറ്റവും വലിയ ദൗർബല്യം. കരണ്ടിൻ്റെ കാര്യത്തിൽ നാട്ടുകാർ കട്ട കലിപ്പിലാണ്. 2 മാസം കൊണ്ട് ജനങ്ങളെ ഇത്രമാത്രം വെറുപ്പിക്കാൻ സതീശൻ സാറിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സതീശൻ സാറിൻ്റെ റേഞ്ച് നമ്മൾ ഇനിയും കാണാനിരിക്കുന്നതേയുള്ളൂ. കള്ളം പറഞ്ഞു പിടിക്കപ്പെട്ടാലും ഇനിയും വേണോ വിസ്മയമെന്നാണ് സതീശൻ നിരന്തരം ചോദിക്കുന്നത്. ഇതൊക്കെയാണ് സതീശൻ ഉദ്ദേശിക്കുന്ന വിസ്മയമെങ്കിൽ ഈ വണ്ടി എവിടെയെങ്കിലും പോയി ഇടിച്ചു നിൽക്കും. സൈകെട്ട് ഹൈക്കമാൻഡ് തന്നെ പറയും ഇറങ്ങിപ്പോടെയെന്ന്. MLA-മാരുടെ കണക്കിൽ മുന്നിട്ട് നിൽക്കുന്നത് KC വേണുഗോപാൽ ആയതിനാൽ സതീശൻ മാറിയാൽ മറ്റൊരു ഓപ്ഷൻ ഹൈക്കമാൻഡ് തേടുകയേയില്ല. ഇനിയുള്ളത് 4 വർഷവും 10 മാസവും. എന്തൊക്കെ വിസ്മയങ്ങളാണോ സതീശനും സംഘവും ഒരുക്കി വച്ചിരിക്കുന്നത്.
അരഡസനിൽ കൂടുതലായില്ലേ വിസ്മയങ്ങൾ? ഇനി വേണോ? അല്ല ഇനി വേണം. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ന്യൂസ് ലാബിൻ്റെ ഇന്നത്തെ ലക്കം പൂർണ്ണമാകുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം. വിമർശനങ്ങളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.